അയ്യപ്പ സംഘം നടന്നതിന് പിന്നാലെ തന്നെ പല വിവാദങ്ങളും ഉണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ ഒരു തീവട്ടിക്കൊള്ളയുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നന്ദഗോവിന്ദ ഭജൻസുമായി ബന്ധപ്പെട്ട് 8 ലക്ഷം രൂപയാണ് നിലവിൽ പിണറായി സർക്കാർ തട്ടിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും തട്ടിപ്പ് കേരളത്തിൽ നടക്കാനുണ്ടോ? അല്ല, ഇതൊരു അപാര ധൈര്യം തന്നെ. ഈ ടിപ്പ് പോലും കേരളത്തിലെ ക്ഷേത്രങ്ങൾ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വർണവും വൈഡൂര്യങ്ങളും രത്നങ്ങളെ താല്പര്യമുണ്ടായിരുന്നുള്ളൂ. ഇത് ഈ സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കുക, അയ്യപ്പൻ്റെ വിശ്വാസത്തെ തന്നെ ഹൈന്ദവ ജനതയുടെ ഇടയിൽ ഇല്ലാതാക്കുക, ഹിന്ദുക്കളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പിണറായിയും ദേവസ്വം ബോർഡും അവിടുത്തെ ഉദ്യോഗസ്ഥരും പെരുമാറിക്കുന്നത്. എന്തൊരു ശ്രീജിത്ത് പറഞ്ഞ പോലെ തീവട്ടിക്കൊള്ള കേട്ടിട്ടേ ഉള്ളൂ. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത്, ടിപ്പുവിൻ്റെ പടയോട്ട ഭരണകാലത്ത് അഴിമതി അഴിമതി അഴിമതി. പക്ഷേ 8 ലക്ഷം രൂപ നന്ദഗോപിൻസ് ഭജന് കൊടുത്തു എന്ന് പറഞ്ഞ് കള്ള ബില്ലുണ്ടാക്കി വൗച്ചർ എഴുതിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഹൈക്കോടതി നിയോഗിച്ച വിജിലൻസുകാർ ഓഡിറ്റിൽ കണ്ടെത്തിയിരിക്കുന്നു. വളരെ കേരളമെന്ന് പറയുന്ന ഈ സാംസ്കാരിക സമ്പന്നമായ കേരളം എല്ലാത്തിലും അവർ മുൻപന്തിയിലെന്ന് അവർ തന്നെ പറയുന്നു. അഴിമതിയിലും മുൻപന്തിയിലാണ്. അപ്പം ഒരു മുഖ്യമന്ത്രിക്ക് കിടക്കുന്ന ബെഡ് 1 ലക്ഷം രൂപയുടെ ബെഡാണ് കട്ടിലിൽ ഇടുന്നത്. 3 ദിവസം അദ്ദേഹം അവിടെ ചിലവഴിക്കും. അദ്ദേഹത്തിന് ആ കട്ടിലിൽ ഇടേണ്ട ബെഡ് 1 ലക്ഷം രൂപ. പിന്നെ 80,000 രൂപയുടെ 180 മത്തകൾ. അതിൽ 80 മത്തേ അവിടെ ഉള്ളൂ. ബാക്കി ഏകദേശം 60-70 മത്ത കാണാനില്ല. ഇതെന്തോന്ന് ഇതായി? ശ്രീധർമ്മ ശാസ്താവിൻ്റെ പേര് പറഞ്ഞവന്മാർ ശബരിമലയിൽ കാണിക്കുന്ന കൊള്ളരുതായ്മ ഈ കേരളത്തിൽ ചോദിക്കുവാനും പറയാനും ആരുമില്ലേ? ഇത് ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട 2 ജഡ്ജിമാരുണ്ട്, ജഡ്ജിസ് രാജീവ് രാഘവനും KV വിജയകുമാറും. ഇവർ രണ്ടുപേരും നല്ല ഒരേ രീതിയിൽ നിൽക്കുന്നതുകൊണ്ടല്ലേ ഈ അഴിമതി പുറത്തു വരുന്നത്. ഇപ്പോൾ ജഡ്ജിമാരെ ഇവർ ചീത്ത വിളിക്കുക. അപ്പോൾ കാലാകാലങ്ങളിൽ ഉണ്ടായിരുന്ന 9 വർഷത്തെ പിണറായിയുടെ ദേവസ്വം ബോർഡ് അന്വേഷിച്ച് നോക്കണം. അപ്പം ഇല്ലാത്ത പരിപാടിയിൽ ലക്ഷങ്ങൾ എടുക്കുമ്പോൾ സഖാക്കൾക്ക് ഇത് ഒരു ധാരണയിൽ ഇത് പുറത്തു വരുമെന്ന് അവർക്ക് അറിയാമല്ലോ രക്ഷിക്കാൻ. എല്ലാവരും അവർ പാടുന്നുണ്ടല്ലോ, നമ്മളെ രക്ഷകനാണ് പിണറായി എന്ന് തിരുവാതിര പാട്ടുണ്ടല്ലോ. അതിനെ സുഖിപ്പിക്കാനല്ല കാരണഭൂതൻ ഇവരെ രക്ഷിക്കാനുണ്ട്. കാരണഭൂതൻ ആണോ കേരളം ഭരിക്കുന്നു എന്ന് പറഞ്ഞ് തിരുവാതിര മലയാളി മങ്കമാരെ കൊണ്ട് പാടിപ്പിച്ചതാണ്. അപ്പോൾ അതും പോട്ട് വിജയ് യേശുദാസിൻ്റെ പരിപാടി അവിടെ നടന്നു. വിജയ് യേശുദാസിന് ചില്ലറ കൊടുത്തിട്ട് അവിടെയും ബില്ല് വച്ചിട്ടില്ല. ഭക്ഷണങ്ങൾ, ആഹാരം, ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, സ്നാക്സുകൾ. അവിടെ വരുന്ന സാധാരണ അയ്യപ്പ ഭക്തന്മാർ കപ്പ ഗഞ്ചിയാണ് കഴിക്കുന്നത്. കപ്പയും കഞ്ഞിയും ദോശയും കഴിച്ച് പോയിട്ട് ആ ഖജനാവിലെ പൈസ എടുത്തിട്ട് ഇത്തരം ദൂർത്തടിച്ചതിന് ശ്രീധർമ്മ ശാസ്താവ് കണ്ണു തുറക്കുന്നില്ലല്ലോ ഭഗവാനെ എന്ന അനുഭവന്മാരുടെ കുടുംബത്തിന് കൊടുക്കുന്നുണ്ട്, അത് വേറെ. പിന്നെയോ നടന്നിട്ടുള്ള കൊള്ളരുതായ്മകൾ, എല്ലാ സൂട്ടും കോട്ടും ഇട്ട് വന്ന മലയാളികളാണ് ശബരിമല ഒന്ന് തൊഴാൻ തയ്യാറല്ല. പമ്പയിൽ വന്ന് വേറൊരു വീഡിയോയിൽ ഇന്നലെ നമ്മൾ സംസാരിക്കുകയുണ്ടായി വിജയനാഥ ചേട്ടനുമായിട്ട്. അദ്ദേഹം അവിടെ ഈ മറ്റേ സംപ്രേഷണത്തിന് പോകുമ്പോൾ പരിചയക്കാരെ കണ്ടു. ഒറ്റ എണ്ണം ശബരിമല വന്ന് തൊഴാൻ തയ്യാറല്ല. അവിടെ 40 മുറികളെ കുമരകത്തെടുത്ത് ഈ വ്യവസായികളെ കൊണ്ട് പാർപ്പിച്ച് ശ്രീധർമ്മശാസ്താവിൻ്റെ അവിടെ ഉദ്ദിഷ്ടകാര്യലാപ്തിക്ക് വേണ്ടി ഭക്തജനങ്ങൾ തലക്കുഴിഞ്ഞ പൈസ ഈ മന്ത്രി പൊങ്കവന്മാരും ഈ ഈശ്വര വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരും ദേവസ്വം ബോർഡും അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത്. അതിനൊരു അറുതി വരുത്തുവാനിവിടെ ബഹുമാനപ്പെട്ട കോടതി തുനിഞ്ഞപ്പോൾ ജഡ്ജിമാർക്കെതിരെ അപവാദങ്ങൾ അവന്മാർ. അപ്പോൾ ഇതൊരു ദേവസ്വം ബോർഡിൻ്റെ കാര്യം. അപ്പോൾ ബാക്കിയുള്ള ബോർഡുകളിലും ബാക്കിയുള്ള സംസ്ഥാനത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ അവസ്ഥ ശ്രീജിത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ കേരളത്തിൽ നടക്കരുത്. ഈ വരുന്ന മെയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരു വർഷത്തിനിടയ്ക്ക് പരിശോധിച്ചാൽ പിണറായി സർക്കാരിൻ്റെ വാർഷികാഘോഷങ്ങളുണ്ട്. പിന്നീട് മോഹൻലാലിൻ്റെ ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ലാലിസം. പല പരിപാടികളിലും ഇത്തരം വെട്ടിപ്പ് നടന്നതായി വിശ്വസിക്കുന്നുണ്ടോ? അതെ, നമ്മുടെ ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് പറഞ്ഞ കോടതിയെ പോലും കള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്.
കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ദേവസ്വം ബോർഡിൻ്റെ പൈസ എടുക്കുന്നില്ല, ഈ പൈസകളെല്ലാം നമ്മളെ സ്പോൺസറാണ്. അദാനി സ്പോൺസർ ചെയ്യുന്നു, ധനലക്ഷ്മി ബാങ്ക് സ്പോൺസർ ചെയ്യുന്നു, വേറെ ഏതൊരു വിദേശ മലയാളി രവിപിള്ള സ്പോൺസർ ചെയ്യുന്നു. ഇത്തരം കള്ള റിപ്പോർട്ടാണ് കോടതിക്ക്, ബഹുമാനപ്പെട്ട കോടതിക്ക് കൊടുത്തിരിക്കുന്നത്. കോടതിക്ക് അതാണ് ജഡ്ജിമാർക്ക് സംശയം വന്ന് വിജിലൻസിൻ്റെ അന്വേഷിക്കുവാനും ഓഡിറ്റ് ചെയ്യുവാനും ആവശ്യപ്പെട്ടത്. കോടതി പറഞ്ഞ് ഓഡിറ്റ് ചെയ്തില്ല എങ്കിൽ ഈ കൊടും കള്ളത്തരം പുറത്തു വരുമോ? വീണ്ടും ഇവർക്ക് മൂന്നാമതും ഭരണം വേണമെന്ന് പറയുന്ന സർക്കാരിൻ്റെ പ്രതിനിധികളും ഓഫീസർമാരും MLA മാരും മന്ത്രിമാരും ചെയ്ത കൊടും വഞ്ചനയാണ് ഒരു ഹിന്ദു സമൂഹത്തോട്. ഇതെന്തുകൊണ്ട് മറ്റ് ന്യൂനപക്ഷങ്ങളോട് ഇവർ ചെയ്യുന്നില്ല? ഒന്ന്, സർക്കാരിനെ ശബരിമലയുടെ ഭവ്യത ഇല്ലാതാക്കി ഈശ്വരവിശ്വാസം ഇല്ലാതാക്കാം എന്നുള്ളൊരു ധാരണ. 2, അവിടെ അമിതമായി കുന്നുകൂടുന്ന സാമ്പത്തികം കൊള്ളയടിക്കാം. 3, ശബരിമലയുടെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളുടെ പ്രീതി, ന്യൂനപക്ഷം എന്ന് പറയുവാൻ പാടില്ല, നല്ലവരുമുണ്ട്, അതിലെ ഒരു വിഭാഗം തീവ്രവാദികളെ സോപ്പിടാം. ഇതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടൻ അജണ്ടകൾ. ഈ അജണ്ടകൾ ഉള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യം വന്ന് സുതാര്യമായ അന്വേഷണം വേണമെന്ന് ഏൽപ്പിച്ചത്. അപ്പോൾ ഇവരുടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് തന്നെ വിജിലൻസ് കമ്മീഷണറായിരുന്നു ബഹുമാനപ്പെട്ട ജയകുമാർ സാർ. അദ്ദേഹം അവിടെ പോയപ്പോഴാണ് ഈ ദ്വാരപാലകരുടെ ശില്പങ്ങൾ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ കാണാനില്ലാതെ വന്നതും തുടർ അന്വേഷണം വന്നതും. അദ്ദേഹത്തിനെ നിയമിച്ചതാരാണ്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അപ്പോൾ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിൻ്റെ പൈസ ദൂർത്തടിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഒരു വിരോധാഭാസം ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇതിൻ്റെ ആ ഇവൻ്റ് നടത്താൻ വേണ്ടി സ്റ്റേജ് കെട്ടുന്നതും ബാക്കി ശീതീകരിക്കണ മുറികളും എല്ലാം ചെയ്യുന്നത്. ഊരാളുങ്കൾ തന്നെ അതിലൊരു സ്പോൺസറുമാണ്. എന്തൊരു വിരോധാഭാസം എന്നാലോചിക്കും. മറ്റൊരു കാര്യം, ഈ പാർട്ടിക്കും പിണറായിക്കും ഈ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ അതോടൊപ്പം തന്നെ പ്രവർത്തകരുമായുള്ള ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടു. അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ വളർന്നു കഴിഞ്ഞു. ആണ്. കാരണം സാധാരണ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന DYFIക്കാർക്കോ ബ്രാഞ്ചിലോ ഏരിയയിലോ ലോക്കലിലോ ഉള്ളവർക്ക്, ഇന്ന് ആത്മാഭിമാനമുള്ള പ്രവർത്തകർക്ക് ഈ കമ്മ്യൂണിസം എന്ന് പറയുവാൻ അറപ്പും ആശങ്കയുമാണ്, നാണക്കേടാണ് പുറത്തിറങ്ങി നടക്കുവാൻ. കാരണം എൻ്റെ കൂടെ ഉള്ള നല്ലൊരു സുഹൃത്തും നല്ല കമ്മ്യൂണിസ്റ്റ് ദാസ് ക്യാപിറ്റൽ വിശ്വസിക്കുന്ന പ്രവർത്തനമാണ്. പല വീടുകളിലും പോകുമ്പോൾ കഴുത്തി കിടക്കുന്ന സ്വർണത്തിനെ പോലും ഷാള് കൊണ്ട് മറിച്ച് അമ്മമാർ പുറത്തിറങ്ങുവാൻ പറയും. തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും ഇവർ ഈ സ്വർണ്ണക്കൊള്ളയെ മറിക്കുവാൻ ഗൃഹസമ്പർക്ക പരിപാടി വെച്ചു. എത്ര വീടുകളിൽ ഇവർക്ക് പോകാൻ കഴിഞ്ഞു? പല വീടുകളിലും ബോർഡ് എഴുതി പുറത്ത്, സഖാക്ക് ഇതിനകത്ത് പ്രവേശനമില്ല, അമ്പലക്കള്ളന്മാർക്ക്. അത് അറിഞ്ഞതുകൊണ്ടാണ് ദേശീയ സെക്രട്ടറി MA ബേബി ഇവിടെ വന്ന് അടുക്കളയിൽ പോയി മീനറുത്ത് കൊടുത്തതും പാത്രം കഴുകിയതും തുറപ്പ കൊടുത്ത് അടുക്കള ക്ലീൻ ചെയ്ത് കൊടുത്തതും. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യച്യുതി ആലോചിച്ച് നോക്കണം. ഇതാണോ സഖാക്കൾ കൊട്ടിയാഘോഷിക്കുന്ന മധുര മനോജ്ഞമായ ചൈന? അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് ഒരു വിഭാഗം ഹിന്ദുക്കളെ കൊള്ളയടിക്കുന്ന രീതിയിൽ, അപ്പോൾ ശബരിമലയിൽ നിന്ന് ഈ ഒരു വരുമാനം കിട്ടിയത് കൊണ്ടാണ് ചില അർബൻ നക്സലൈറ്റും ഈശ്വരവിശ്വാസമില്ലാത്ത MLA മാർ അസംബ്ലിയിൽ പറഞ്ഞത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ B നിലവറ തുറന്ന് സ്വത്ത് കേരളത്തിൻ്റെ വികസനത്തിന് എടുക്കണമെന്ന്. കേരളത്തിൻ്റെ വികസനത്തിന് എടുക്കുവാൻ പറ്റുമോ? കാരണം ഈ രാജ്യം പാപ്പരാകുമ്പോൾ എടുക്കുവാൻ വേണ്ടിയാണ് തിരുവിതാംകൂറിൻ്റെ രാജകുടുംബങ്ങൾ ഈ നിധി ശേഖരിച്ച് വച്ചിരിക്കുന്നത്. ഇതുവരെയും കേരള സംസ്ഥാനം പാപ്പരായിട്ടില്ല. അപ്പോൾ ഈ സ്വത്ത് പല മുസ്ലിം MLA മാർ പറഞ്ഞു ഇതെന്തിനവിടെ പൂഴ്ത്തി വച്ചിരിക്കുന്നു. ഇവിടുത്തെ കോവളത്തുള്ള പഴയ MLA തന്നെ പറഞ്ഞു ഇതെന്തിനവിടെ വച്ചിരിക്കുന്നു, ഖജനാവിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കണം. അപ്പോൾ നാളെ ഹിന്ദു സംഘടനകൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പ് ഈ ബെഡ് അഴിമതിയും ഭജൻ ഗോവിന്ദിനെ നിരോധിക്കണമെന്ന് പറഞ്ഞ സഖാക്കളിവിടെ ഉണ്ട്. ഇവിടെ ഹിന്ദു വർഗീയത വളർത്തുന്ന ഭജൻ ആണ് അവർ നടത്തുന്നത്. ആലോചിച്ചു അവരിൽ എന്ത് സഖാക്കൾക്ക് അത് നിരോധിക്കണം, പക്ഷേ ഈ പൈസ വെട്ടിക്കാനും ഒരു പ്രശ്നമില്ല. കറക്റ്റ്. പല സഖാക്കളും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഭജൻ ഗോവിന്ദൻ്റെ ഭജനകൾ കേരളത്തിൽ വർഗീയത ആളിക്കത്തുന്ന രീതിയിൽ. എന്താ? മദ്യത്തിനും മയക്കുമരുന്ന് MDAക്കുമൊക്കെ അടിമയായിരിക്കുന്ന യുവാക്കളെ ഒരു ഭക്തി സാന്ദ്രത്തിലേക്ക് എത്തിക്കുകയാണ് ചെറുപ്പക്കാർ ചെയ്യുന്നത്. ആ ചെറുപ്പക്കാർ ചെയ്യുന്ന ഏറ്റവും നല്ല കേരളത്തിലെ പുരോഗമനമായിട്ടുള്ളതാണ്. പഞ്ചാബ് പോലെ കേരളം മദ്യവും മയക്കുമരുന്നുമാണ്, MDMA ആണ്.
ഇന്ന് ഇവിടുത്തെ സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ സെയിൽസ് എന്ന് MDA ആണ്. അതുകൊണ്ടാണ് MBA പോലുള്ള കോഴ്സുകൾ പോലെയാണ് ഇന്ന് കോളേജുകളിൽ SFIക്കാർ MD MA വിദ്യാഭ്യാസം ചെയ്തിറക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കേരളത്തിലെ യുവതിയുവാക്കൾ ഭക്തിയിലേക്ക് വരട്ടെ, രാജ്യപുരോഗതിയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് ഈ പയ്യന്മാർ ഇറക്കുന്ന ഭജൻസിനെ നിരോധിക്കണം. ആ പയ്യന്മാരുടെ ഭജൻ്റെ പേരിൽ 8 ലക്ഷം രൂപ ഗോവിന്ദൻസ് ഭജന് കൊടുത്തു എന്ന് പറഞ്ഞ് കള്ളബില്ല് എഴുതി എടുത്തിരിക്കുന്നു. യേശുദാസിൻ്റെ മകൻ്റെ പേരിൽ 75,000 1 ലക്ഷം രൂപ കൊടുത്തിട്ട് 3 ലക്ഷം രൂപ വിജയ് യേശുദാസിൻ്റെ പേരിൽ തട്ടിയിരിക്കുന്നു. ചില നൃത്ത പരിപാടികൾ അവിടെ ഇല്ല, അതിൻ്റെ പേരിൽ പൈസ വെട്ടിയെടുത്തിരിക്കുന്നു. ഇതാണ് എല്ലാ മലയാള മാസങ്ങളിൽ വരുമ്പോൾ അവർ തെരുവുകളിൽ നൃത്തങ്ങളും കാര്യങ്ങളും ചെയ്ത് പൈസകൾ വെട്ടിക്കുമുണ്ട്. പേര് സാംസ്കാരികങ്ങളെ പുരോഗമനത്തിലേക്ക് നയിക്കുന്ന പാർട്ടി. അപ്പോൾ ഇതിന് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതിനൊരു അറുതി കേരള ജനത കൊടുത്തിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഹിന്ദു സംഘടനകൾ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.